ഹായ് ഗൈസ്, പ്രിൻസ്റ്റക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇൻവേർട്ടറിൻ്റെ ട്രാൻസ്ഫോമറുകൾ മ്യൂച്വൽ ഇൻഡക്ഷൻ നമുക്ക് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കി കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സാധാരണ ടെക്നീഷ്യനെ സംബന്ധിച്ച്. അപ്പം എൻ്റെ എക്സ്പീരിയൻസിലുള്ള ഒരു സംഗതി ഞാൻ പറഞ്ഞുതരാം. ഒരു ടിപ്സാണ്. ഒരു 1.5 ബാറ്ററി കൊണ്ട് ഒരു ഇൻവേർട്ടർ ട്രാൻസ്ഫോമർ 1.5 ബാറ്ററി, ഇതിൽ കൂടുതലുള്ള ബാറ്ററികൾ ഉപയോഗിക്കരുത്. ഇങ്ങനത്തെ ബാറ്ററി തന്നെ ഉപയോഗിക്കുക. ട്രാൻസ്ഫോമറിൻ്റെ മ്യൂച്വൽ ഇൻഡക്ഷൻ, അതായത് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് എൻ്റെ എക്സ്പീരിയൻസിലുള്ളൊരു സംഭവമാണ്. കാരണം ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴും കംപ്ലൈൻറ്റ് വരുന്ന ട്രാൻസ്ഫോമറിൽ ഞാൻ പരീക്ഷിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. 1.5 വോൾട്ട് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ മോസ്ഫെറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ട്രിഗർ ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് 300 സംതിങ് വോൾട്ട് 300 സംതിങ് മില്ലി വോൾട്ട് നമുക്ക് ലഭിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ട്രാൻസ്ഫോമർ കറക്റ്റ് ആയിരിക്കും വർക്കിംഗ്. അപ്പോൾ ഞാനിത് ചെയ്ത് തന്നെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ മോസ്ഫെറ്റ് സൈഡിൽ വരുന്ന ഭാഗത്ത് ഞാൻ ഒരു വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് വരുന്ന ഭാഗത്ത് മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മൾട്ടിമീറ്ററിനെ AC പൊളാരിറ്റിയിലേക്ക് ഇടുക. എന്നിട്ട് 1.5 ബാറ്ററി എൻ്റെ കയ്യിലുണ്ട്. അതിനെ ഒരു വയറിൻ്റെ ഒരു സൈഡ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ബാറ്ററി അടിഭാഗത്ത് ഒരു സൈഡ് ടോപ്പിലും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ ട്രിഗർ ചെയ്യണം. ട്രിഗർ ചെയ്യുമ്പോൾ മൾട്ടിമീറ്ററിൽ 300 ബാറ്ററീൻ്റെ വോൾട്ടേജ് പോലെ ഇരിക്കും. ബാറ്ററി കുറവാണെങ്കിൽ കുറഞ്ഞ് കിട്ടും. ഇത് ബാറ്ററി കുറവാണ്, വോൾട്ടേജ് കുറവാണ്. അപ്പം ട്രിഗർ ചെയ്യുമ്പോൾ ഒരു 25 മില്ലി വോൾട്ട് AC 25 മില്ലി വോൾട്ട് ഔട്ട്പുട്ട്, 16 മുതൽ 25 മില്ലി വോൾട്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം. അങ്ങനെ കിട്ടുവാണെങ്കിൽ ഈ ട്രാൻസ്ഫോമർ കറക്റ്റ് ആയിരിക്കും. ഈ ട്രാൻസ്ഫോമർ വർക്കിംഗ് കറക്റ്റ് ആയിരിക്കും. ഇൻവെർട്ടർ ട്രാൻസ്ഫോമർ അല്ല, എല്ലാ ട്രാൻസ്ഫോമറും നമുക്ക് ചെക്ക് ചെയ്യാൻ മ്യൂച്വൽ ഇൻഡക്ഷൻ മനസ്സിലാക്കണം. ഇങ്ങനെ കറക്റ്റ് ആണോ എന്നറിയാൻ ഇതെൻ്റെ എക്സ്പീരിയൻസിലുള്ളൊരു സംഭവമാണ്. കാരണം കുറേ ട്രാൻസ്ഫോമർ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നും ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഇൻഡക്ഷൻ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ബൈൻഡ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നല്ല ട്രാൻസ്ഫോമറിൻ്റെയൊക്കെ ഔട്ട്പുട്ട് നമുക്കിങ്ങനെ ചെക്ക് ചെയ്തെടുക്കാം. ഞാൻ ട്രിഗർ ചെയ്യുകയാണ്. ഉണ്ടോ, മില്ലി വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 1 സംതിങ് 1.39 ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. 450 മില്ലി വോൾട്ട്, 1.295 മില്ലി വോൾട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ട്രിഗർ ചെയ്യുമ്പോൾ. ഇങ്ങനെയാണ് ഒരു ഇൻവെർട്ടർ ട്രാൻസ്ഫോമർ നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസിലുള്ളതാണ്. അത് ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ അറിയുമെന്ന് എനിക്കറിയില്ല. എൻ്റെ എക്സ്പീരിയൻസിൽ ട്രാൻസ്ഫോമർ ചെക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി, എൻ്റെ മ്യൂച്വൽ ഇൻഡക്ഷൻ മനസ്സിലാക്കേണ്ട ഒരു എളുപ്പ വഴി ഇതാണ്. അപ്പോൾ വീണ്ടും പുതിയ ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.